പറഞ്ഞല്ലോ പ്രചോദനം കിട്ടിയെന്ന്. അതിലെനിക്ക് മോഹിനിയാട്ടത്തിന് കൂടുതൽ സ്വാതിരാളിൻ്റെ, ദീക്ഷിതരുടെ, സാമാശാസ്ത്രികളുടെ അങ്ങനെ ഒട്ടനവധി കൃതികൾ ഒന്ന് പരീക്ഷിച്ചാൽ മതി എന്ന് തോന്നിത്തുടങ്ങി. ഒരുപാട് സ്വാതിരുന്നാൾ വർണ്ണങ്ങളെടുത്ത് അപ്പോഴേക്കും കലാമത്സരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് 6 കുട്ടികളെ 7 കുട്ടികളെ അറ്റ് എ ടൈം കൊണ്ടുപോകാനും അവർക്ക് പുതിയ പുതിയ ഐറ്റങ്ങളും പുതിയ പുതിയ ഡ്രസ്സുകളും ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടി. അങ്ങനെ മോഹിനിയാട്ടത്തിനെ കൂടുതൽ പ്രചരിപ്പിക്കാൻ തിരുവനന്തപുരത്തൊരു ഇടം നൽകിയെന്നത് തന്നെ വേണം ഈ ഒരു പന്താട്ടം കൊണ്ട് എനിക്ക് സാധിച്ചത്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ എനിക്ക് ഉയർത്താനും, അങ്ങനെയാണ് ജേക്കബ് സാർ ഇരിക്കുമ്പോൾ കലാതിലക പട്ടം വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞത്. അതായത് ഒരു കുട്ടി കല മാത്രം പഠിച്ചാൽ പോരാ, ഒരു 1ാം സമ്മാനം കിട്ടിയാൽ പോരാ, എന്തെങ്കിലും ഒരു പ്രൗഢ പേര് അതിന് നിലനിർത്തണം എന്ന് എൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരുടെയും പ്രേരണ പ്രകാരമാണ് ജേക്കബ് സാർ ഉള്ളപ്പോൾ അത് കലാതിലക പട്ടം, കലാപ്രതിഭ കോളേജിനെന്നൊക്കെ പറഞ്ഞ് അനുവദിച്ചത്. അത് പോകെ അത് എല്ലാവർക്കും കിട്ടാത്തത് കൊണ്ട് എനിക്കിനി നിനക്കും വേണ്ട എന്നൊരു തോന്നലോടെ ഇന്നെല്ലാം നിർത്തിവെച്ചു. എല്ലാം എ ഗ്രേഡ്. അങ്ങനെ എ ഗ്രേഡ് മാത്രം അംഗീകരിച്ചുകൊണ്ട് ഒരു കല മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്. നമ്മുടെ ഒരു SSLC പരീക്ഷ എഴുതാനും അതിനൊരു 1ാം റാങ്ക് കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ കല മത്സരത്തിന് മാത്രം എ ഗ്രേഡ് മതി എന്ന് പറയുന്നത്? അതിൽ ഒരുപാട് ഒബ്ജക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പറഞ്ഞാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ മോഹിനിയാട്ടം വൾഗറായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് 1991 തിരൂർ മത്സരത്തിനോടുകൂടി അത് ബഷീർ സാറിൻ്റെ, വിദ്യാഭ്യാസ മന്ത്രി ബഷീർ സാറിന് മുമ്പ് അവതരിപ്പിക്കുകയും അത് നിർത്തലാക്കുകയും ചെയ്ത ഒരു കലാകാരിയാണ് ഞാൻ. ആൺകുട്ടിയോട് ചെയ്യണ്ട എന്നല്ല, ഈ മോഹിനിയാട്ടം വളരെ രാഷ്ട്രീയപ്രധാനമായ ഒരു കാര്യമാണ്. അതിനെ വൾഗറാക്കിയിട്ട്, കോസ്റ്റ്യൂമിനെ വൾഗറാക്കി, തലമുടി വൾഗറാക്കി, ശരീരത്തെ വല്ലാതെ ഒലച്ചിട്ടും കാലകത്തിയിട്ടും നമുക്ക് യോജിക്കാത്ത വിധം ഒരു സ്ത്രീ ചെയ്യുന്നതിന് വിപരീതമായിട്ട് വൾഗറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അത് വേണ്ടാന്ന് വയ്ക്കാൻ തോന്നിയത്. അതുപോലെ തന്നെ ക്ലാസിക്കൽ നൃത്തങ്ങൾ അമ്പലങ്ങളിൽ ഡപ്പാങ്കുത്ത് പോലെ ചെയ്യുക, അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാവാല സാറ്, കൃഷ്ണമൂർത്തി, ഞങ്ങൾക്കറിയ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ അമ്പലങ്ങളൊക്കെ എഴുതി ഇത് ഭരതനാട്യം ഡ്രസ്സ് ഇട്ട് ഡപ്പാങ്കുത്ത് ചെയ്യുക, മോഹിനിയാട്ടം ഡ്രസ്സ് ഇട്ടിട്ട് ഡപ്പാങ്കുത്ത്, കുച്ചിപ്പുടി ഡ്രസ്സ് ചെയ്തിട്ട് കണ്ണിക്കണ്ടിട്ട് പാട്ടുകൾ ഇതാക്കാം. അപ്പോൾ അത് ഒരു ആ കലയെ പോലും നശിപ്പിക്കുന്ന മാതിരിയാണ്. അതുപോലെ തന്നെ കുച്ചിപ്പുടി ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുപോകാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ഒരു കലാകാരിയാണ്. യൂണിവേഴ്സിറ്റി തലത്തിൽ അതർ ഫോംസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം പോരാതെ മോഹിനിയാട്ടം പോരാതെ തന്നെ അതർ ഫോംസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം മത്സരത്തിനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ മദ്രാസിലെ ബസന്ത് നഗറിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ വേമ്പട്ടിച്ചിൻ്റെ സത്യത്തിൻ്റെ കീഴിൽ പോയിട്ട് മോഹിനിയാട്ടം പഠിച്ചു. കൂട്ടത്തിൽ എൻ്റെ പ്രിയ ശിഷ്യ 3 കൊല്ലം കലാപ്രതിഭ പട്ടം കിട്ടിയ രാജീവ് ഗോപാലകൃഷ്ണനെ കൂടെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. ആ കുട്ടിയെ മുഖാന്തരം ഞാൻ മാഷ വീട്ടിൽ വിജയവാഡയിലെ കൃഷ്ണക്കുടി ഗ്രാമത്തിൽ പോലും പോയി മാഷ കീഴിൽ വേമ്പട്ടിച്ചിൻ്റെ സത്യത്തിൻ്റെ കീഴിൽ എനിക്ക് കുച്ചിപ്പുടി പഠിക്കാൻ പറ്റി. അപ്പോൾ അത് പഠിച്ചു വന്നപ്പോൾ പുഷ്പാഞ്ജലി, ഒരു ജതിസ്വരം, ഒരു ശബ്ദം, ഒരു തരംഗം, ഇത്രയാണ് അന്ന് മാഷ് പഠിപ്പിച്ചത്. അപ്പോഴേക്കും മാഷ്ക്ക് വയ്യാണ്ടായി. പിന്നെ സീത എന്ന് പറയുന്ന കുട്ടി, നമ്മുടെ കുമാർ, അങ്ങനെ പലരുമാണ് പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഭാഗ്യം കിട്ടിയത് മാഷ് നേരിട്ട് ചവിട്ടിക്കാണിക്കുകയും ആ അടവുകൾ പ്രാക്ടീസ് ചെയ്യാനും എനിക്കും രാജീവ് ഗോപാലകൃഷ്ണൻ സാധിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് കുച്ചിപ്പുടി നമ്മുടെ കേരളത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ഈ മത്സരം
കുച്ചിപ്പുടി ഉൾപ്പെടുത്തുകയും നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഓടാൻ തുടങ്ങി കുച്ചിപ്പുടി പഠിക്കാനായിട്ട്. പക്ഷേ അത് എല്ലാവരും പറഞ്ഞത് എന്താ വെച്ചാൽ മോഹിനിയാട്ടം പോലെ തന്നെയാണ്, ഭരതനാട്യം പോലെ അല്ല, വളരെ വ്യത്യാസമുണ്ട്. അടവുകളൊക്കെ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ, രണ്ട് കണ്ണ്, മൂക്ക്, അതൊക്കെ ശരിയാണ്, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വിഭിന്നമായിട്ട് ചവിട്ടും അതിൻ്റെ താളങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ലെങ്കിലും ആ ചവിട്ടിന് വ്യത്യാസമുണ്ട്, മൂവ്മെൻറ്റ്സിന് വ്യത്യാസമുണ്ട്, ചലനങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ അഭിനയ പ്രാധാന്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ കലാകാരന്മാർ അതിനെ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടും ഓർണമെൻറ്റ്സ് ഇട്ടും പൂ വെച്ചിട്ടും ഒക്കെ വൾഗറായിട്ടാണ് ഇന്ന് മത്സര രംഗത്ത് വന്നത്. മാഷ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കേരളീയ ரொம்ப അഴകാന ഐറ്റത്തെ എപ്പിടി ഇപ്പടെ നാശമാക്കരുതോ தெரியாது, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്.